തലയിൽ തട്ടം ധരിക്കാതെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ തല മൊട്ടയടിച്ച് കളയണമെന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു വേദഗ്രന്ഥം ബൈബിളാണ്. ഞാനിതിന്ന് പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം എറണാകുളം പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് വരുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നു എന്നൊക്കെ സ്കൂൾ പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് കേട്ടിട്ടാണ്. അവരും ഒരു കന്യാസ്ത്രീയാണ്, തലയിൽ തട്ടമിട്ടിട്ടാണ് മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഓർക്കുക. ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 11 അധ്യായം 5-6. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഈ നിയമം പാലിക്കുന്നത് കൊണ്ടാണല്ലോ ആ കന്യാസ്ത്രീയും തലയിൽ തട്ടമിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത്. സ്വന്തം വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് ഭീതി പടർത്തുന്നുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ ഫോബിയകൾ വളർത്തുന്നത്? എല്ലാ മതങ്ങളും അവനവന് നിർദ്ദേശിക്കപ്പെട്ടുള്ള പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഇതേ വിഷയത്തെ സംബന്ധിച്ച്